3-bit സിങ്ക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇനി 3 ബിറ്റ് സിങ്ക്രണസ് അപ്പ് ഡയറക്ഷനിലും അതേപോലെ ഡൗൺ ഡയറക്ഷനിലും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ കൗണ്ടറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് 3-bit കൗണ്ടർ ആകുമ്പോൾ അതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസൈഡ് ചെയ്തു 3-bit കൗണ്ടറാണ്. അപ്പോൾ അങ്ങനെ 3-bit കൗണ്ടർ ആണെങ്കിൽ നമ്മൾക്ക് എത്ര നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം, അതാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുക. അപ്പോൾ 3-bit കൗണ്ടർ ആകുമ്പോൾ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം, അത് ഡിസൈഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. അപ്പ് കൗണ്ടിങ്ങിൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ട്, അതേപോലെ ഡൗൺ കൗണ്ടിങ്ങിനും സ്റ്റേറ്റ് ഡയഗ്രാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്പൈൻ ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇനി അങ്ങനെ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് തീരുമാനിക്കണം നമ്മൾ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൊണ്ടാണ് നമ്മൾ കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇപ്പോൾ JK ആണോ T ആണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിൽ അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ, അല്ലെങ്കിൽ T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ നമ്മളവിടെ ഡ്രോ ചെയ്യുക. എന്നിട്ട് നമ്മളിനി K-map യൂസ് ചെയ്ത് ഇപ്പോൾ എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കതിൻ്റെ കംപ്ലീറ്റ് ട്രൂത്ത് ടേബിൾ ചേഞ്ചസ്, പ്രസൻറ്റ് സ്റ്റേറ്റും നെക്സ്റ്റ് സ്റ്റേറ്റും വരുന്ന എല്ലാ വേരിയേഷൻസും JKയും Kയ്ക്കും വരുന്ന കോമ്പിനേഷൻ നമുക്ക് അതിനകത്തുനിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ റെഡിയാക്കുക. പിന്നെ നമ്മൾ K-map യൂസ് ചെയ്ത് അതിൽ നിന്ന് മിനിമൽ എക്സ്പ്രഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുക. മിനിമൽ എക്സ്പ്രഷനും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫൈനൽ ലോജിക് ഡയഗ്രാം എന്ന് പറയുന്നത് ആ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമ്മൾ വരയ്ക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ സിങ്ക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടർ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സായി. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പും നമ്മളുടെ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 3-bit എന്ന് പറഞ്ഞു, 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ഡയഗ്രാമാണ് അതിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് അപ്പ് കൗണ്ടിങ്ങും ഉണ്ട്, ഡൗൺ കൗണ്ടിങ്ങും ഉണ്ട്. അപ്പം ഞാൻ പറയുന്നു ഇതിന് നമുക്ക് 2 മോഡുണ്ട്. ഒന്ന് അപ്പ് കൗണ്ടിങ് എന്ന് പറയുന്ന മോഡ്, ഒന്ന് ഡൗൺ കൗണ്ടിങ് എന്ന് പറയുന്ന മോഡ്. അപ്പോൾ അതിവിടെ 2 ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മോഡ് എന്ന് പറയുന്നത് മോഡ് സെലക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു സ്വിച്ച് യൂസ് ചെയ്യേണ്ടതായിട്ട് എനിക്ക് വരും. ആ സ്വിച്ചിന് 2 പൊസിഷനുണ്ട്, 0യും 1ഉം പൊസിഷൻ. അപ്പോൾ 1 എന്ന് പറയുന്ന പൊസിഷൻ ഞാൻ അപ്വേർഡ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഔട്ടറിൽ വരച്ചിരിക്കുന്ന അപ്വേർഡ് കൗണ്ടിങ്ങിൻ്റെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി മോഡ് 0യിലാണെങ്കിൽ ഞാനത് ഡൗൺ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് അത് ആ സർക്യൂട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ താഴെ വരച്ചിരിക്കുന്ന ഇൻവേർഡിൽ വരച്ചിരിക്കുന്ന ആരോസ് വെച്ചാണ് ഞാനത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അപ്പ് കൗണ്ടിങ് ആണെങ്കിൽ 0 0 0, പിന്നെ 0 0 1 1 0, ഈ ഡയറക്ഷനിലാണ് ആരോ പോകുന്നത്. 1 1 1 0 0 1 0 1 1 1 0 1 1 1, പിന്നെ അഗെയിൻ റീസെറ്റ് ടു 0 0 0. ഇതാണ് നമ്മുടെ അപ്വേർഡ് ഡയറക്ഷൻ കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷനിലെ കൗണ്ട് എന്താണ്, നമ്മൾ ഈ ഡയറക്ഷനിൽ നോക്കുക. അപ്പോൾ ഇതിൽ എന്തായിരിക്കും, ഇനീഷ്യലി റീസെറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ അടുത്ത കണ്ടീഷൻ എന്താണ്, ഏറ്റവും ഹയസ്റ്റ് കൗണ്ടാണ് വരുന്നത് 1 1 1 എന്ന് പറയുന്ന കൗണ്ട്. പിന്നെന്താണ് 1 1 0 1 0 1 1 0 0 0 1 1 0 1 0 0 0 1 ദെൻ 0 0 0 ആ സ്റ്റേറ്റിലേക്ക് പോകും. അത് മോഡ് സ്വിച്ച് 0 ആയിരിക്കുന്ന കണ്ടീഷനിലാണ് ഡൗൺ കൗണ്ടിങ് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഡയഗ്രാം നമ്മൾ ഫൈനലൈസ് ചെയ്തു. നമ്മളുടെ JK ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്ത് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതെന്താണ്, പ്രസൻറ്റ് സ്റ്റേറ്റ്, നെക്സ്റ്റ് സ്റ്റേറ്റ്, 0 0 0 1 1 0 1 1 വരുന്ന JK കോമ്പിനേഷൻസ്. ഒന്ന് 0 ഡോൺ കെയർ, 1 ഡോൺ കെയർ, ഡോൺ കെയർ ആൻഡ് 1, ഡോൺ കെയർ ആൻഡ് 0 എന്നുള്ള കോമ്പിനേഷൻ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് അപ്പ് കൗണ്ടിങ്ങിൻ്റെയും ഡൗൺ കൗണ്ടിങ്ങിൻ്റെയും 3-bit ഫുൾ എക്സൈറ്റേഷൻ ടേബിൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ വേരിയേഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇതിൽ എനിക്ക് മോഡ് സ്വിച്ചും കൂടി ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതും കൂടി ഞാനിവിടെ ചേർത്ത് മാർക്ക് ചെയ്തു. ഇത് ലീസ്റ്റ് ബിറ്റായിട്ട് മോഡ് സ്വിച്ച് ഞാൻ എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 0 0 0 0 1, ആ രീതിക്ക് ഞാൻ ഇത് കംപ്ലീറ്റ് 1 1 1 1 എന്ന് പറയുന്ന വരെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഞാൻ മാർക്ക് ചെയ്തു. 16 സ്റ്റേറ്റ്സ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ
ഡൗൺ കൗണ്ടിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് 0 0 കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ് 1 1 1 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ 0 വരുമ്പോഴത്തേക്കും ഡൗൺ കൗണ്ടിങ് എടുക്കുക, 1 വരുമ്പോൾ അപ്പ് കൗണ്ടിങ് എടുക്കുക. ഇനി 0 0 0ക്ക് 1 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് അപ്പ് കൗണ്ടിങ് ആണ്. അപ്പോൾ ഈ 0 എന്നുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും 0 0 1 ആണ്. ആ രീതിക്കാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ സ്റ്റേറ്റ് എഴുതാൻ. ഇനി അടുത്ത ഞാൻ കണ്ടീഷൻ ഏതാണ് 0 0 1 എന്ന് പറയുന്നത് മോഡ് സ്വിച്ച് 0 ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ എന്തായിരിക്കും ഡൗൺ കൗണ്ടിങ് ആണ്. അപ്പോൾ ഇവിടെ 1 1 1 കഴിഞ്ഞാൽ അടുത്ത കൗണ്ട് ഡൗൺ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എന്താണ് 0 വരുമ്പോഴത്തേക്കും 0 0 0 എന്നാണ് വരുന്നത് അല്ലേ. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 0 0 0 0 1 കഴിഞ്ഞാൽ 0 0 0 എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇനി അടുത്ത് 0 0 1 ഇനി മോഡ് സ്വിച്ച് 1 ആണെങ്കിൽ, അതായത് അപ്പ് കൗണ്ടിങ്ങിൽ എന്തായിരിക്കും വരുന്നത് 0 1 0 എന്ന് പറഞ്ഞാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇത് പ്രസൻറ്റ് സ്റ്റേറ്റും ഇത് നെക്സ്റ്റ് സ്റ്റേറ്റുമായിട്ട് ഡൗൺ കൗണ്ടിങ്ങിൽ എന്താണ് വരുന്നത്, അപ്പ് കൗണ്ടിങ്ങിൽ ഏതാ കണ്ടീഷൻസ് വരുന്നതെന്നുള്ള കംപ്ലീറ്റ് ട്രൂത്ത് ടേബിൾ നമ്മളിവിടെ എഴുതുക. ഇനി ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ JKയുടെ കോമൺ എക്സൈറ്റേഷൻ ടേബിൾ വെച്ചിട്ട് റിക്വയർഡ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ അത് നോക്കി സെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പിനേഷൻസ് ആണ് ഇവിടെ J3ക്കും K3ക്കും J2നും K2നും J1നും K1നും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് K മാപ്പ് വെച്ച് ഇതിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. K മാപ്പ് വെച്ച് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ J1 K1 നോക്കുക. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏത് കണ്ടീഷൻ വരും, ഇത് കുറേ ഡോൺ കെയർ കണ്ടീഷനാണ്, ബാക്കിയെല്ലാം 1 1 എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ ഇതിനകത്ത് 0 വരുന്നില്ല. അപ്പോൾ ഈ ഡോൺ കെയറും 1ഉം എല്ലാം കൂടി നമുക്ക് കംപ്ലീറ്റ് ടേബിൾ നമുക്ക് ക്ലബ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫുൾ K മാപ്പിൻ്റെ ടേബിൾ കംപ്ലീറ്റ് നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, എല്ലാ വേരിയബിളും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഫൈനലി 1 ആയിരിക്കും. അപ്പോൾ J1ഉം K1 എന്ന് പറയുന്നത് 1 ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമുക്ക് തീരുമാനിക്കേണ്ടത് J2ഉം K2ഉം J3ഉം K3ഉം എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നോക്കാം. അപ്പോൾ ഇത് J3 K3ൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ അതിലുള്ള കിട്ടിയിരിക്കുന്ന 1 കണ്ടീഷൻസ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇത് രണ്ടും 1 കണ്ടീഷന്, ബാക്കി ഈ വാല്യൂസ് എല്ലാം ഡോൺ കെയർ കണ്ടീഷൻ. അപ്പോൾ ഞാൻ Q3 Q2 Q1 മോഡ് സ്വിച്ച് എന്നുള്ള രീതിക്ക് ആ സെലക്ഷനും കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ക്ലബ് ചെയ്യാനായിട്ട് വരുന്നത്. അതായത് ഇവിടെ ഒരു 1 ഉണ്ട്, അപ്പോൾ 1നോട് ചേർത്ത് ഈ ഡോൺ കെയർ കണ്ടീഷൻ ഞാൻ ക്ലബ് ചെയ്തു. ഈ 1ൻ്റെ കൂടെ താഴെ ഇതിനെ മാപ്പിനെ ഫോൾഡ് ചെയ്തിട്ട് ഈ ഡോൺ കെയറും കൂടി ചേർത്ത് ഞാൻ കമ്പൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് J3 = Q2 ബാർ Q1 ബാർ M ബാർ എന്ന് പറയുന്ന കോമ്പിനേഷനാണ് കിട്ടുന്നത്. അതേപോലെ പ്ലസ് Q2 Q1 M ഈ കോമ്പിനേഷൻ ഇത് നോക്കാം. താഴേക്ക് ഈ വേരിയേഷൻ എന്താ വരുന്നത്, 0 1ൽ നിന്ന് 1 1ലേക്ക് വേരി ചെയ്യുന്നു. അതായത് ഇവിടെ Q3 ആണ് 0ൽ നിന്ന് 1ലേക്ക് വന്ന് എലിമിനേറ്റഡ് ആയി പോകുന്നത്. ബാക്കി Q2 എന്ന് പറയുന്നത് 1ൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. അതേപോലെ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് Q1ഉം Mഉം 1 1 ആണ്. അതാണ് നമ്മൾ Q2 Q1 M എന്ന് എഴുതിയത്. അതേസമയം ഇവിടെയുള്ള വേരിയേഷൻസ് എന്താണ്, ഇവിടെ 0 0ൽ നിന്ന് Q3 Q2 എന്ന് പറയുന്ന 0 0ൽ നിന്ന് 1 0ലേക്ക് ചേഞ്ച് ചെയ്ത് പോകുന്നു. അതായത് Q3 0ൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് Q2 എന്ന് പറയുന്നത് ഇവിടെയും 0 ഇവിടെയും 0. അതേപോലെ ഈ സെല്ലിൽ ഈ ഡയറക്ഷനിലെ സെല്ലിലാണെങ്കിൽ Q1ഉം Mഉം 0ൽ തന്നെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഫസ്റ്റ് ടേം ആയിട്ട് എഴുതിയത് Q2 ബാർ Q1 ബാർ M ബാർ എന്ന് എഴുതിയത്. അപ്പോൾ എൻ്റെ J3യുടെ എക്സ്പ്രഷൻ, മിനിമൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് Q2 ബാർ Q1 ബാർ M ബാർ പ്ലസ് Q2 Q1 M എന്ന് പറയുന്ന കോമ്പിനേഷനാണ്. അതേപോലെ K3 നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഡോൺ കെയർ കണ്ടീഷൻ ഇവിടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലബ് ചെയ്യുന്നത് ഈ മുകളിലത്തെ ഡോൺ കെയർ കണ്ടീഷനിൽ ചേർത്ത് ഞാൻ ക്ലബ് ചെയ്തു. അപ്പോഴെനിക്ക് കിട്ടുന്ന എന്താണ് ഇതേ എക്സ്പ്രഷൻസ് തന്നെ കിട്ടും. K3 = Q2 ബാർ Q1 ബാർ M ബാർ പ്ലസ് Q2 Q1 M എന്ന് കിട്ടുന്നു. ഇനി നെക്സ്റ്റ് J2നും K2നും വേണ്ടി ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിൽ കൂടുതൽ വേരിയബിൾസ് നമുക്ക് സെല്ലുകൾ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. അതായത് കോഡ് ഇവിടെയും ഫോം ചെയ്യാം, ഇതും ഒരു കോഡ് ഫോം ചെയ്യാം. അപ്പോൾ 2 വേരിയബിൾ വെച്ച് എലിമിനേറ്റഡ് ആകും. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് J2 = Q1 ബാർ M ബാർ പ്ലസ്
Q1M എന്നും K2 അത് തന്നെ Q1 ബാർ M ബാർ പ്ലസ് Q1M എന്നും കിട്ടും. ഈ കംപ്ലീറ്റ് കോളത്തിൽ നോക്കുമ്പം Q3 Q2 എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴെ വരെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് 0 നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ എനിക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു സെല്ലിൻ്റെ കോമൺ വാല്യൂ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ Q1 ബാർ M ബാർ എന്ന് എഴുതിയത്. ഇതിൽ Q1ഉം Mഉം 1 1 ആയിട്ട് കിടക്കുന്ന ആ കണ്ടീഷനും എഴുതിയത്. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എല്ലാ വേരിയബിളും കിട്ടി. ഇനി ഞാനത് ഫൈനൽ സർക്യൂട്ടായിട്ട് മാറ്റുന്നു. അപ്പോൾ ഫൈനൽ സർക്യൂട്ടായിട്ട് മാറ്റുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കിട്ടിയ കോമ്പിനേഷനാണ് നമ്മളിതിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 3 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ യൂസ് ചെയ്തു. ആദ്യത്തെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ Jയും Kയും കൂടി ഷോർട്ട് ചെയ്ത് ഹൈയിലേക്ക് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞു J1ഉം K1ഉം കൂടി ഷോർട്ട് ചെയ്ത് ഹൈയിലേക്ക് കൊടുത്തു. എല്ലാ കണ്ടീഷൻസും നമുക്ക് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ ഡൗൺ കെയർ കണ്ടീഷനായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഫുൾ സെല്ലുകൾ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് 1 കിട്ടിയത്. അപ്പോൾ ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്ത് 1ലേക്ക് കൊടുത്തു. ഇനി ഇതിലെല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും നമ്മൾ കോമൺ ആയിട്ട് എക്സ്റ്റേണൽ ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എന്താണ് വരേണ്ടത്? കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? Q1 M1 ആയി കണ്ടീഷനും ക്ലബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏത് കണ്ടീഷനിൽ അപ്പ് കൗണ്ടിങ്ങിലാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് 2വിനെ ഡ്രൈവ് ചെയ്യിക്കേണ്ടത് അല്ലേ? നമ്മൾ നോക്കിക്കേ, ഇതിനകത്ത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് വന്നത്? Q1 ബാർ M ബാർ പ്ലസ് Q1M. ഈ M ബാർ എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ കൗണ്ടിങ്ങിൻ്റെ ഓപ്ഷനും M എന്ന് പറയുന്നത് എന്താണ്? അപ്പ് കൗണ്ടിങ്ങിൻ്റെ ഓപ്ഷനുമാണ്. അതാണ് നമ്മളിവിടേക്ക് മാർക്ക് ചെയ്തത്. അപ്പോൾ Q1M എന്ന് പറയുന്നത് ഒരു ആൻഡ് ഗേറ്റിലേക്ക് കമ്പൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഓർ ഗേറ്റ് വഴി അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൽ Jയും Kയ്ക്കും ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ M1 വരുന്ന കണ്ടീഷനിൽ ഇത് അപ്പ് കൗണ്ട് ചെയ്യും. ഇനി എന്താണ്? M0 വരുന്ന ഇത് ക്ലബ് ചെയ്യുന്നത്. അപ്പോൾ 0 വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു നോട്ട് ഗേറ്റ് ഇട്ടു. അതുവഴി ഞാനത് ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തു. അപ്പോൾ അതിനോട് കമ്പൈൻ ചെയ്യുന്നത് Q1 ബാർ M ബാർ ആണ്. അപ്പോൾ Q1 ബാർ M ബാർ ഈ ആൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു. അത് ഞാൻ ഈ ഓർ ഗേറ്റ് വഴി JKയുടെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആവുന്ന കണ്ടീഷനിൽ ഇത് ഡൗൺ കൗണ്ടിങ് ചെയ്യും. ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ ക്ലബ് ചെയ്തപ്പോൾ എന്താണ് വന്നത്? Q2 Q1 M എന്നുള്ളതാണ് അപ്പ് കൗണ്ടിങ്ങിൻ്റെ മോഡും. മറ്റേ കോമ്പിനേഷൻ ഡൗൺ കൗണ്ട് ചെയ്യുന്നതിന് Q2 ബാർ Q1 ബാർ M ബാർ എന്നുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അതെവിടെ നിന്ന് എടുത്തു? ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് പ്രൊവൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഈ Q2യിലേക്ക് കൊടുത്തു. ഈ ഔട്ട്പുട്ട് ഞാനെടുത്ത് Q1 ആയിട്ട് കൊടുത്തു. എന്തുകൊണ്ടാണ്? ഇവിടെ 1 വന്നു കഴിയുമ്പോൾ ഈ ഇവിടെ ഉള്ള Q1 ആണ് എന്തായാലും ഇപ്പുറത്തേക്ക് വരിക. വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. വേണ്ട, ഇത് കുറച്ചും കൂടി സർക്യൂട്ടിൽ അധികം കോംപ്ലിക്കേഷൻ വരുത്താതെ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? ഇതും കൂടി എമ്മും Q1ഉം കൂടി ആഡ് ചെയ്തുള്ളത് എനിക്ക് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? Q1 M ആഡ് ചെയ്ത ഇൻപുട്ട് ഇൻറ്റു Q2. അപ്പോൾ എന്ത് കിട്ടും? Q2 Q1 M എന്നുള്ള കോമ്പിനേഷൻ ഇതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് തന്നെ മതി. അപ്പോൾ ഇതിന് ക്ലബ് ചെയ്ത് ഇതുവഴി ഇത് ഓർ ഗേറ്റ് വഴി അടുത്ത JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് പോയി. Jയും Kയും ഷോർട്ട് ചെയ്ത് ഈ കോമൺ ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ്? ഡൗൺ കൗണ്ടിങ്ങിനുള്ള ഓപ്ഷൻ. ഡൗൺ കൗണ്ടിങ് എന്തായിരുന്നു? Q2 ബാർ Q1 ബാർ M ബാർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് M ബാർ Q1 ബാർ എന്ന് പറയുന്നത് ഈ ആൻഡ് ഗേറ്റിൽ കിട്ടും. ആ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ ഇവിടേക്ക് ഫീഡ് ചെയ്തു. ഈ Q2 ബാറും കൂടി ചേർത്ത് ഞാൻ ഈ ആൻഡ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ടത് ഓർ ഗേറ്റ് വഴി ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ മോഡ് സ്വിച്ച് 0 ആവുന്ന സമയത്ത് നമ്മളിത് ഡൗൺ കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുവഴി നമുക്ക് അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും ഒരേ സമയം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഒരു മോഡ് 8 സിങ്ക്രണസ് അപ്പ് ഓർ ഡൗൺ കൗണ്ടറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. താങ്ക് യു.